ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓഫ് ഡേ ആയിരുന്നു, അപ്പം കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചക്കപ്പഴം കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫ്രീസറിനകത്തിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുമ്പിളപ്പം കഴിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ ജൂൺ ജൂലൈ ചക്ക സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ചക്ക കൊണ്ടുള്ള ഓരോ സാധനങ്ങളായിരിക്കും വീട്ടിൽ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ കുമ്പിളപ്പം. ചിലർ ചക്കയുടെ നിന്നും പിന്നെ പൂച്ചയപ്പം എന്നൊക്കെ പറയാറുണ്ട്. ഇത് റവയിലുണ്ടാക്കുമ്പം അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇടനേലയ്ക്കകത്തൊക്കെ ഉണ്ടാക്കണം അല്ലേ. ഈ ഇലയുടെ ഭയങ്കര ഒരു മണം, അതിൻ്റെ ആ മണം ഈ ആവി കയറുമ്പോഴത്തേക്കും വീടിനകത്ത് നിറയുമ്പോഴൊക്കെ നല്ല രസമല്ലേ. എന്നാണേലും ഇന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിരുന്നു ഈ കുമ്പിളപ്പം. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളുടെ കുമ്പിളപ്പമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ഞാൻ ഈ ഇടനേല കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിനകത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് ആവിയൊക്കെ കയറ്റിയിട്ടാട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആവി കയറ്റിയപ്പോൾ തൊട്ട് വീടിനകത്ത് ഈ ഇടനേലയുടെ മണമായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട, നല്ല ടേസ്റ്റായിരുന്നു. എനിവേ, ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.